പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ ബാഗ് അവിടെ ഇരിക്കുന്നത് കാണുന്ന സമയത്തിന് പത്മ ചോദിക്കുന്നതിന് മോളെ ഇത് നിന്റെ ബാഗല്ലേ എന്ന് ചോദിക്കും. അപ്പൊ വേദ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് പത്മ പറയുന്നുണ്ട് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മനസ്സിലാവും നിന്റെ സ്ഥാനം ഈ വീട്ടിൽ എത്രമാത്രം ഉണ്ടെന്ന്. ഇങ്ങനെയൊക്കെ കഴിയാൻ വേണ്ടിയിട്ടാണ് നീ അവിടെ നിന്നും വഴക്കിട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കാട്ടെ അമ്മ. എന്നിട്ട് കമലയോടായിട്ട് പറയുന്നത് നിങ്ങൾക്കറിയാമോ എന്റെ മോൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന്. അവളൊരു രാജകുമാരിയെ പോലെയാണ് ജനിച്ചപ്പോൾ തൊട്ട് കഴിഞ്ഞിരുന്നത്. അവൾക്ക് ഇന്നേ വരെ ഒന്നിനും ഒരു കുറവും ഉണ്ടായിട്ടില്ല. അവൾക്ക് എല്ലാത്തിനും ചുറ്റും സഹായത്തിന് ആളുണ്ടായിരുന്നു, വേലക്കാരുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ ഇത്ര കാലം ജീവിച്ചത് എന്നൊക്കെ പറയാട്ടെ പത്മം. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് വലിയ ആളാവണമെന്നില്ല. നിങ്ങളുടെ മോളെ ഞങ്ങൾ ആരും ഇവിടെ പിടിച്ചൊന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ പത്മ പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ഒരാൾ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാണ് എന്റെ മോൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നത്. എന്നിട്ടും നിങ്ങൾക്ക് അതിന്റെ പേരിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും തോന്നുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ നന്ദിനി പറഞ്ഞിട്ട് അതിന് നിങ്ങളുടെ മകളോട് ഇവിടെ നിൽക്കാൻ ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോവാലോ എന്ന് പറയും. എന്നാൽ നന്ദിനിയുടെ വാക്ക് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് നന്ദിനി എന്നങ്ങ് വിളിക്കാട്ടെ മാഷ്. അപ്പോഴേക്കും നന്ദിനി അവിടെ നിന്നങ്ങ് മാറി നിൽക്കുന്ന സമയത്തിന് മാഷ് ഇങ്ങനെ പത്മയോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഏതായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം, നിങ്ങളൊന്ന് ഇരിക്കുമെന്ന് പറയും. അപ്പോഴേക്കും കമല വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് അങ്ങ് പോകുന്ന സമയത്തിന് മാഷ് പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നവരോട് ആദ്യത്തെ മര്യാദയോടുകൂടെ എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴേക്കും കമല ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് ഭയങ്കര സങ്കടമായിരിക്കട്ടെ പത്മത്തിന്. അത് വാങ്ങിക്കാൻ ഒരു മടിയായിരിക്കും. എന്നിട്ട് ഒരു മടിയോട് കൂടി തന്നെ ആ ഒരു ജ്യൂസ് അങ്ങ് വാങ്ങിക്കുന്ന സമയത്തിന് മാഷ് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ മകളെ ഞങ്ങൾ ഇവിടെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്ന് ശരി തന്നെയാണ്. അതിനൊക്കെ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ മകളെ ഇതുവരെയായിട്ടും ഞങ്ങളൊരു മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് പത്മക്കും മുത്തശ്ശിക്കും അത് ഭയങ്കര സങ്കടമായിരിക്കും. എന്നിട്ട് മാഷ് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തത് അത് അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ വീടൊരു നരകമാണ്. നിങ്ങളുടെ വീടിന്റെ പോലെ സമാധാനമായിട്ട് പോകുന്ന ഒരു വീടൊന്നുമല്ല. ഈ നരകത്തിൽ ഇവളെയും കൂടി ഇങ്ങോട്ടേക്ക് വലിച്ചിടാൻ ഞങ്ങൾക്ക് മനസ്സനുവദിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയും. അപ്പൊ കമല പറയുന്നത് അതെ, ഇതൊരു നരകമാണ്. ഈ വീടൊരു നരകമാണ്. എന്റെ മകനും അതുപോലൊരു താന്തോന്നിയാണ്. നിങ്ങളുടെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ അവനെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ ഈ മകളെയും കൂടി നിർത്തിയിട്ട് അവളെ എവിടെ ആക്കി പോവാതെ നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു പോവണം. ഞങ്ങളുടെ മകനാണ് തെറ്റ് ചെയ്തത് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇവൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നത് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനെല്ലാം ഞങ്ങളെല്ലാവരും മനസ്സ് തുറന്ന് തന്നെ മാപ്പ് ചോദിക്കുവാണ്. എന്നാൽ ഇവരുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് പത്മക്ക് ഭയങ്കര സങ്കടമായിരിക്കട്ടോ. എന്നിട്ട് പത്മ അങ്ങനെ വേദയോട് ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്നതെല്ലാം നീ കേട്ടില്ലേ മോളെ, പിന്നെ നീ എന്തിനാ വീണ്ടും ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്ന് ചോദിക്കും. മോളെ നിനക്ക് എന്റെ കൂടെ വന്നുകൂടെ എന്നിങ്ങനെ പത്മ ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നിട്ട് അമ്മ എന്താ ഈ പറയുന്നത്? അമ്മ ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിലെ ആർഭാടങ്ങളും സൗകര്യങ്ങളും എല്ലാം പറഞ്ഞ സമയത്ത് ഇവരാരെങ്കിലും ദേഷ്യപ്പെട്ടോ? ഇല്ലല്ലോ. ആദ്യത്തെ മര്യാദപൂർവ്വം ഇവിടെ പിടിച്ചിരുത്തി വെള്ളം കുടിക്കാനൊക്കെ തന്നു. അങ്ങനെയല്ലേ അവരമ്മയോട് ചെയ്തത്, അല്ലാതെ ദേഷ്യപ്പെടുന്നല്ലോ ചെയ്തത്. അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ദേഷ്യം വന്നു എന്ന് വിചാരിച്ച് അച്ഛൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകാനൊന്നും തയ്യാറല്ല. പിന്നീട് ഒരിക്കൽ അച്ഛൻ തന്നെ പറയും മോൾ എന്തിനാ അന്ന് പോയത്, അന്നത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും വരില്ല. ഇതാണ് ഇനി എന്റെ വീട്. അമ്മ ഒരു കാരണവശാലും എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമേ ഇല്ല. എനിക്ക് യാതൊരു പേടിയുമില്ല. ഇവിടെ കഴിയാൻ ഇവരെല്ലാവരും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ സന്തോഷമായിട്ട് തന്നെ ഇവിടെ നിന്ന് പോയിക്കോ, എനിക്കൊരു പ്രശ്നവും ഇല്ലാന്ന് പറയട്ടെ വേദ. അപ്പൊ പത്മ പറയുന്നത് നീ ഈ പറയുന്നതൊന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല വേദ, നീ എന്തുദ്ദേശിച്ചിട്ടാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ വേദ ഒപ്പം പോരാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് ആ ഒരു ജ്യൂസ് ഗ്ലാസ് അവിടെ വെച്ചുകൊണ്ട് തന്നെ സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാട്ടോ പത്മ. അപ്പോഴേക്കും പുറകെ അമ്മ എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ വേദയും പുറകെ പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി ഭയങ്കര സങ്കടത്തോടു കൂടെ തന്നെ പറഞ്ഞിട്ട് എന്റെ കൊച്ചുമോളാണ് അവൾ ഒരുപാട് ആർഭാടത്തോടു കൂടെ തന്നെയാണ് ജീവിച്ചത്. എങ്കിലും അവളുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ച കാര്യം പോലും ഈശ്വരനിശ്ചയമായിട്ട് സംഭവിച്ചതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്റെ വേദമോള്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇനി അവളെ വിഷമിപ്പിക്കരുത്. സ്വന്തം മോളായി തന്നെ നിങ്ങൾ അവളെ കാണാം, അവളെ ചേർത്ത് നിർത്താം. ഇതൊരു മുത്തശ്ശിയുടെ അപേക്ഷയാണ് എന്നിങ്ങനെ സങ്കടത്തോടെ തന്നെ മുത്തശ്ശി പറയുന്ന സമയത്തിന് കമലക്കും മാഷിനൊക്കെ ഭയങ്കര സങ്കടാവും. ഇതേ സമയത്തിന് സങ്കടപ്പെട്ട് കാറിനടുത്ത് ചെന്നിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും പത്മ. അപ്പോഴേക്കും വേദം വന്ന് ചോദിക്കുന്നത് അമ്മ എന്തിനായി കരയുന്നത്? നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല ഇവിടെയുള്ള ആൾക്കാര്. ഇതൊരു നരകമൊന്നുമല്ല, ഇവിടെ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയും. അപ്പൊ പത്മ ചോദിക്കുന്നത് പിന്നെ എന്ത് സന്തോഷാടി നിനക്ക് ഇവിടെ ഉള്ളത്, നിനക്ക് എന്ത് സന്തോഷാടി ഇവിടെ നിന്ന് കിട്ടുന്നത് എന്ന് ചോദിക്കും. എന്ത് സാഹചര്യത്തിലാണ് നീ ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പത്മ ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അമ്മേ ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പത്മ പറഞ്ഞിട്ട് എടി ഇവിടെ ഉള്ളവരെന്നല്ലോ നിന്നെ അംഗീകരിക്കേണ്ടത്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവല്ലേ നിന്നെ അംഗീകരിക്കേണ്ടത്. അവനൊരു തെമ്മാടിയാണെന്ന് അവന്റെ അമ്മ തന്നെ പറഞ്ഞത് നീ കേട്ടില്ലേന്ന് ചോദിക്കും. അപ്പൊ വേദ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരാളല്ല വിക്രം. അതെങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതെല്ലാം കാലം തെളിയിക്കും. ആ സമയത്ത് അച്ഛനും അമ്മയും എല്ലാം തന്നെ ഇതൊക്കെ മാറ്റി പറയും. അതുവരെ നിങ്ങൾ എനിക്ക് സമയം തരണമെന്നൊക്കെ പറയട്ടെ വേദ. ഇതേ സമയത്തിന് മുത്തശ്ശി കമലയോടും മാഷോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്ന സമയത്തിന് പത്മം നിന്നിങ്ങനെ കരയുന്നതായിട്ട് കാണും.
അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പത്മം നീ എന്തിനാ ഇങ്ങനെ നിന്ന് കരയുന്നത്? അവളുടെ ജീവിതത്തിൽ മനുഷ്യരല്ല കൂട്ടായിട്ടുള്ളത്, ഈശ്വരന്മാരാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരില്ല. അവൾക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടും. അന്ന് നമുക്കിതെല്ലാം തന്നെ മാറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറയാട്ടെ മുത്തശ്ശി. അപ്പൊ പത്മ ചോദിക്കുന്നുണ്ട്, അമ്മേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവളെ കണ്ടിട്ട് പോയിട്ട് ഞാൻ എങ്ങനെയാ അമ്മേ സമാധാനത്തോടെ അവിടെ ഇരിക്കുന്നത്? അപ്പൊ വേദ പറഞ്ഞിട്ട്, അമ്മേ ഇവിടെ നമ്മുടെ വീട്ടിൽ അത്രമാത്രം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്കിവിടെ യാതൊരു പ്രശ്നമില്ല. അമ്മ സന്തോഷമായിട്ട് തന്നെ പൊയ്ക്കോ. എനിക്കൊരു കുഴപ്പം വരില്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പത്മേനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്തിന് കുറച്ചൊന്ന് ആശ്വാസമാവുന്നിട്ട് അമ്മക്ക്. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ വേദയെ കെട്ടിപ്പിടിച്ച് നെറ്റത്തൊരു ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ മോള് സന്തോഷമായിരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരങ്ങനെ വണ്ടിയിൽ കയറി പോകും. അങ്ങനെ അമ്മയും മുത്തശ്ശിയും അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് വേദ വളരെയധികം വിഷമത്തോടു കൂടി തന്നെ അവരിങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയായിരിക്കും. വിക്രം വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തിന് ഫോൺ മറന്നു വെച്ചിട്ടുണ്ടാവും. എന്നാൽ അത് തിരിച്ചെടുക്കാമെന്നൊക്കെ ചിന്തിച്ച് വീട്ടിലേക്ക് തന്നെ തിരികെ വരുന്ന സമയത്തായിരിക്കും ഇവരുടെ വണ്ടി പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോകുന്നതായിട്ട് കാണുന്നത്. എന്നാൽ വേദയും അവരുടെ കൂടെ പോയി എന്ന സമാധാനത്തിൽ വിക്രം ഇങ്ങനെ വരുന്ന സമയത്ത് വണ്ടി നിർത്തുന്നതോടുകൂടെ തന്നെ വേദയെ കാണും. വേദയെ കണ്ട ഉടൻ തന്നെ വിക്രം ചോദിക്കുന്നത്, എടി നീ പോയില്ലേ? നിന്റെ വീട്ടുകാർ വന്ന് വിളിച്ചപ്പോഴേക്കും നിനക്ക് അവരുടെ കൂടെ പോവാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ വേദയുടെ കയ്യിൽ കുറച്ച് പഴമുണ്ടാവും. വേദ ചോദിക്കുന്നത്, ഈ പഴം കഴിക്കുന്നുണ്ടോ? വേറെ ഒരു ജോലിയുമില്ലാത്തവർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കേണ്ടതില്ലേ? അടിയുണ്ടാക്കാനുള്ളതല്ലേ? ആരോഗ്യം നോക്കണ്ടേ? അതുകൊണ്ട് ഇവിടുത്തെ മാഷ് നല്ല കഷ്ടപ്പെട്ട് ജൈവവളമൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. വേണമെങ്കിൽ നിങ്ങളെടുത്ത് രണ്ടെണ്ണം കഴിച്ചോ എന്നൊക്കെ പറയും. അപ്പൊ വിക്രം ചോദിക്കുന്നത്, നിന്നോട് നിന്റെ വീട്ടുകാരുടെ ഒപ്പം പോകാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് പോയത്? നീ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിന്റെ അച്ഛൻ പോലും നിന്നോട് പറഞ്ഞില്ലായിരുന്നു ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ. എന്നിട്ടും എന്താ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അപ്പൊ വേദ പറഞ്ഞിട്ട്, ആ പാവം അങ്ങനെ പറഞ്ഞത് ഇതുപോലൊരു തെമ്മാടിയുടെ ഭാര്യയായിട്ട് ഞാൻ ഇവിടെ കഴിയുന്നതിലുള്ള വിഷമം കൊണ്ടാണെന്ന് പറയും. അപ്പൊ വിക്രം പറയുന്നത്, ഞാൻ അത് അംഗീകരിച്ചല്ലോ, ഞാനൊരു തെമ്മാടിയാണ്, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. നിന്നോട് പോയിക്കോളാൻ പറഞ്ഞില്ലേ? നിനക്ക് പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ വേദ പറയുന്നത്, നിങ്ങൾ എന്നെ താലി കെട്ടിയതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ ജീവിതം ഞാൻ നരകമാക്കുമെന്ന്. അതിനുള്ള പരിപാടികളൊന്നും ഇതുവരെ ഞാൻ തുടങ്ങിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ വിക്രം പറയുന്നത്, അതെന്താന്ന് വെച്ചാൽ നീ ചെയ്യേ, എന്നെ തല്ലോ കൊല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്യേ, അത് കഴിഞ്ഞിട്ടെങ്കിലും നീ ഇവിടെ നിന്നും പോയി തരാവോ എന്ന് ചോദിക്കും. അപ്പൊ വേദ പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ ഓർത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്നാൽ അത് ചെയ്യാൻ ഓർക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ ചെയ്യാൻ വരുമ്പോഴേക്കും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയ കോന്തനാണല്ലോ എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ വിക്രം പറഞ്ഞിട്ട്, ഞാൻ ഇന്ന് വരെ പെണ്ണുങ്ങളെ തല്ലിയിട്ടില്ല, അങ്ങനെ തല്ലി എന്നൊരു പേരും കൂടി നീ എനിക്ക് ഉണ്ടാക്കി വെക്കരുതെന്ന് പറയും. അപ്പൊ വേദ പറഞ്ഞിട്ട്, ആഹാ അങ്ങനെ തല്ലാണ് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ, അന്നേരമായിരിക്കും നിങ്ങൾ എന്റെ ശരിക്കുമുള്ള സ്വഭാവം അറിയാൻ പോകുന്നത് എന്ന് പറയും. അപ്പോഴേക്കും വിക്രമത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, ഷോ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോ എന്റെ വീട്ടിലേക്ക് പോലും എനിക്ക് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈക്ക് എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും വേദ വന്നിട്ട്, അതേ വിക്രമേട്ട ഈ പഴം വേണമെങ്കിൽ കഴിച്ചോ, നല്ല മധുരമുള്ള പഴമാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന്റെ നേർക്കങ്ങ് നീട്ടുന്ന സമയത്തിന് നിന്റെ മറ്റവന് കൊണ്ടുപോയി കൊടുക്കടി എന്ന് പറയും. ഹാ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വേദ ആ പഴം അവിടെ അങ്ങ് വെച്ചിട്ട് പോകുന്ന സമയത്തിന് വിക്രം ആ പഴം എടുത്തിട്ട് വേദക്കിട്ടൊരു ഏറ് കൊടുക്കും. അപ്പോഴേക്കും വേദ ദേഷ്യപ്പെട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് അങ്ങ് വരുന്ന സമയത്തിന് വിക്രം ആകെ അങ്ങനെ പതറി നിന്ന് പോവാണ്. എന്നിട്ട് വേദ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്ന സമയത്തിന്, എന്തടി ഉണ്ടക്കണ്ണി നോക്കി പേടിക്കുമെന്ന്, ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്നൊക്കെ പറയുന്ന സമയത്തിന് വേദ പറയുന്നത്, അതെ വേണമെങ്കിൽ കഴിച്ചാൽ മതി, നല്ല മധുരമുള്ള പഴമാണെന്നൊക്കെ പറയും. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് വിക്രത്തിന് ആകെ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങി പോകുന്ന സമയത്തിന് ഒരു ചെറു പുഞ്ചിരിയോടെ വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടെ വേദ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പത്മയും വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് ശങ്കരനാരായണൻ ചോദിക്കുന്നത്, നിങ്ങൾ എവിടെ പോയതാണെന്ന് ചോദിക്കും. അപ്പൊ വർഷ ചോദിക്കുന്നത്, ഇത് എന്ത് ചോദ്യമാണച്ചാ, നമ്മൾ രണ്ട് വീട്ടുകാരെ നാണം കെടുത്തിയ ഒരാളില്ലേ, അവന്റെ അടുത്തേക്ക് തന്നെയായിരിക്കും പോയത് എന്ന് പറയൂ. അപ്പൊ ശ്രീകുമാറിന്റെ ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നത്, എന്തിനാ മുത്തശ്ശി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത്? അവിടെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് അവിടെ തോറ്റു പോകുന്നത് അച്ഛനാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയും. അപ്പൊ ദീപ്തി ഇങ്ങനെ മുത്തശ്ശിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, മുത്തശ്ശിക്ക് കുറച്ച് അറ്റാച്ച്മെന്റ് ചേച്ചിയോട് കൂടുതലാണെന്നറിയാം എന്ന് കരുതി ഇങ്ങനെ നാണം കെടാൻ പോവേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഇതേ ചോദ്യം തന്നെ ചോദിക്കാട്ടോ. ഇവരുടെ എല്ലാം സംസാരം കേട്ടുകൊണ്ടതിന് മുത്തശ്ശിക്ക് ദേഷ്യം വന്നുകൊണ്ടതിന് ചോദിക്കുന്നത്, എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് അവൾ അന്യായത്? എന്നാലും പെറ്റ വേറൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറയും. അപ്പൊ വർഷ പറയുന്നത്, ഞങ്ങൾ ആരും തന്നെ അവളെ ഒരു അന്യായിട്ട് കണ്ടിട്ടില്ല, അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വരാം. എന്നാൽ അവിടെ ഉപേക്ഷിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരാത്തതല്ലേ ഇപ്പൊ വലിയ പ്രശ്നമെന്ന് ചോദിക്കും. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് പത്മക്ക് അങ്ങ് സങ്കടപ്പെട്ട് പത്മ അങ്ങനെ കരയുന്ന സമയത്തിന് ശങ്കരനാരായണൻ പറയുന്നത്, അവൾ ഒരിക്കലും രക്ഷപ്പെടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്റെ വാക്കിനേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം ജാതകവും വിധിയൊക്കെയാണല്ലോ. അതെ, ജാതകത്തിൽ 80 വയസ്സ് വരെ പ്രായമെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വരുന്ന ട്രെയിനിന്റെ മുന്നിലേക്ക് അങ്ങ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് ഇപ്പൊ വേദയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അവൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയും. അപ്പൊ പത്മ പറയുന്നത്, ഇല്ല ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഒന്നുമില്ലെങ്കിലും അവൾ നിങ്ങളുടെ മകളല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചു പറയാം, ഒരു തവണയെങ്കിലും നിങ്ങൾ ഒന്നും കൂടെ അവിടെ പോയിട്ടൊന്ന് സംസാരിക്കണം.
നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അവൾ തിരിച്ചു വരും. ഞാനൊരു അമ്മയല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളൊന്ന് ചെയ്യാവോ എന്ന് ചോദിക്കും. അങ്ങനെ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് അങ്ങ് കയറി പോയിട്ട് വേദയുമായിട്ട് പങ്കിട്ട നല്ല നിമിഷങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്തിന് കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണന്. പിന്നീട് കാണിക്കുന്നത് വേദനയായിരിക്കും. വേദ അങ്ങനെ ശിവന്റെ വിഗ്രഹം നോക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാനെ, ഈ വീട്ടിൽ തിരക്കല്ലാത്തത് നീയും ഞാനും മാത്രമാണ്. ബാക്കി എല്ലാവരും ഇവിടെ ഭയങ്കര തിരക്കിലാണ്. ഒരു പണിയുമില്ലാത്ത വിശ്വട്ടൻ പോലും ഉറങ്ങിക്കിടന്ന് സമയം കളയുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, എന്റെ ജീവിതം എന്നും ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണ്ടേ? ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ നിന്റെ അടുത്തുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ അത് എനിക്കും കൂടി ഒന്ന് പറഞ്ഞതായോ? അതെനിക്കും കൂടി മനസ്സിലാക്കി തരുവാണെങ്കിൽ എനിക്കൊരു ഇത്തിരിയെങ്കിലും സമാധാനം ഉണ്ടായേനെ എന്നൊക്കെ പറയട്ടോ. ഇതേ സമയത്ത് തന്നെയായിരിക്കും രാധ അങ്ങോട്ടേക്ക് വരുന്നത്. വേദനെ കാണുന്ന സമയത്തിന് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ ഇവിടെ നിന്ന് പോയില്ലേ എന്ന് ചോദിക്കും. അപ്പൊ വേദ ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ നീ എന്നോട് ചോദിക്കുന്നത്? ഞാനിവിടെ ഉണ്ട് എന്ന് കരുതി നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ ഇഷ്ടം പോലെ വേറെ സ്ഥലമുണ്ടല്ലോ, ഞാനിവിടെ എഴുന്നേറ്റ് വേണോ നിനക്ക് ഇവിടെ ഇരിക്കാനെന്നൊക്കെ ചോദിക്കും. അപ്പൊ രാധ പറഞ്ഞിട്ട്, നിനക്ക് ഇപ്പോഴും ഈ വീടിനെ പറ്റിയിട്ടൊന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നീ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് ഈ വീടുമായിട്ട് ഒരുപാട് നാളത്തെ ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുവാണ്. നീ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരൊന്നുമല്ല ഇവിടെയുള്ളത്. പ്രത്യേകിച്ച് വിക്രം, അവന്റെ സ്വഭാവം വളരെ മോശമാണ്. അവൻ ഒരു ദിവസം ഒരുപാട് മദ്യപിക്കും. അതുപോലെ തന്നെ ഒരു 3-4 പാക്കറ്റ് സിഗരറ്റ് എങ്കിലും ഒരു ദിവസം വലിച്ചു തീർക്കും. അതുപോലെ തന്നെയാണ് പെണ്ണ് കേസും. അവന്റെ സ്വഭാവം വളരെ മോശമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രത്തിനെ വളരെ മോശ രീതിയിൽ ഇങ്ങനെ വേദിയുടെ മുന്നിൽ ചിത്രീകരിക്കാണ്ടോ രാധ. അപ്പോഴേക്കും രാധയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓഹോ അങ്ങനെയൊക്കെയാണോ എന്നിങ്ങനെ